അമിതമായിട്ടുള്ള ജനങ്ങളെ പരിഹസിക്കുന്ന തരത്തിലുള്ള തമാശ പറയൽ മനുഷ്യൻ്റെ അന്തസ്സിനെ, ഗൗരവത്തിന്, മനുഷ്യൻ്റെ റെസ്പെക്റ്റിനെ ഒക്കെ ഇല്ലാതെയാക്കും, നഷ്ടപ്പെടുത്തും. അത് ഈ പരിഹാസ സ്വരത്തിലുള്ള തമാശ പറയൽ ആളുകളുടെ അഭിമാനത്തെ അത് വിച്ഛേദിക്കും, ഇല്ലാതെയാക്കും. മാത്രമല്ല വളരെ ഗൗരവമുള്ള ഒരു വാക്കും കൂടി അതിൽ പറയുന്നുണ്ട്, മുഖത്യത്തുൽ അസ്തിഖാ, അവൻ്റെ നല്ല നല്ല ഫ്രണ്ട്സുകളെ മുറിച്ച് കളയും. നല്ല ഫ്രണ്ടുകൾ, ഓരോർക്ക് ഫ്രണ്ട് ഉണ്ടാവും, ഫ്രണ്ട്സ് അല്ലേ, അതിൻ്റെ ബഹുവചനാണ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ. അപ്പോൾ നല്ല നല്ല സുഹൃത്തുക്കളെ മുറിച്ച് കളയും അല്ലേ. എത്ര സുഹൃത്തുക്കൾ തെറ്റിപ്പോയി ചില വർത്തമാനങ്ങൾ കേട്ടിട്ട്, ചില ആളുകളുടെ തമാശ കേട്ടിട്ട് എത്ര ബന്ധങ്ങളാണ് മുറിഞ്ഞു പോയത്. എത്ര ആളുകളെ ബന്ധങ്ങൾ മുറിഞ്ഞു പോയി, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിക്കാഹ് ചെയ്ത് പിന്നെ ഫോൺ വിളി, നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫോൺ വിളിയുണ്ട്, അത് കടുത്ത ഹറാമാണ്. നിക്കാഹ് ചെയ്തതിന് ശേഷം പിന്നെ കല്യാണത്തിൻ്റെ മുമ്പുള്ളൊരു ഒരു സമയമുണ്ട്, ഒരു നിർണായക സമയമാണത്. അപ്പോൾ കാരണം സംസാരിക്കൽ ഹലാലാണ്, എന്നാൽ പിന്നെ പോക്കും വരവും ഒക്കെ ഹലാൽ തന്നെയാണ്. പക്ഷെ ആൾക്കാർ കണ്ടപ്പോൾ എന്താ വിചാരിക്കാന്ന് കരുതിയിട്ട് അങ്ങനെ പോകാനും കഴിയണില്ല, ഇവിടെ നിൽക്കാനും കഴിയണില്ല. അപ്പോൾ അമിതമായ ഫോൺ വിളി അങ്ങോട്ട് നടന്നിട്ട് ഇതൊക്കെ സംസാരത്തിൽ അങ്ങോട്ട് മുതലാക്കിയുള്ള ബടായി അങ്ങോട്ട് പൊട്ടിച്ചിട്ട് എത്ര ബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് വരുന്നുണ്ട് കുറേ ആൾക്കാർ ഇങ്ങനത്തെ കേസ്. നിക്കാഹ് ചെയ്ത് ഇനി കല്യാണം വേണ്ടാന്ന് പറയുന്നുണ്ട് ഇപ്പോൾ. ഇപ്പം എന്താ കാര്യം? തമാശയും ബടായി അടിച്ചിട്ട് ഇവൻ്റെ പഴയ കാലത്തെ കച്ചറയും കുരുത്തക്കടൊക്കെ പറഞ്ഞു പോയി. ഇനി ആദ്യ രാത്രിയിലൊന്നും പറയാനില്ല, പറയാനൊക്കെ തീർന്ന്. അപ്പോൾ ഓൾക്ക് തോന്നി ഇനി പിച്ചങ്ങാൻ്റെ കൂടുതലാണ് ഞാൻ ജീവിക്കാൻ പോണത്, മതി. ഓൻ്റെ മുഴുവൻ കേട്ടില്ല, എല്ലാ ബടായും ഓൻ്റെ സ്വഭാവം എൻ്റെ അപ്പുറവും കേട്ട്. അപ്പോൾ ഇവൾ പറഞ്ഞു മതി, നമ്മൾ തമ്മിൽ അങ്ങനെ പിരിഞ്ഞ ചരിത്രങ്ങളുണ്ട്, എത്രയോ ഉണ്ട്. കല്യാണം ഒഴിവായത് അമിതമായ സംസാരം, അതിൽ ബടായി പൊട്ടിക്കലും, അങ്ങനെ ശത്രുത വരും, ദേഷ്യം വരും, പ്രശ്നങ്ങൾ വരും, ആവശ്യമില്ലാത്ത തമാശകൾ പറഞ്ഞ് ബന്ധങ്ങൾ മുറിഞ്ഞു പോകും.